സാധാരണ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ നിന്ന് വേറിട്ടൊരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് നമ്മുടെ പത്രത്തിലും ടെലിവിഷനിലുമൊക്കെ വന്ന ഒരു വാർത്ത വളരെയധികം വേദനിപ്പിച്ചു. ഒരു സംഗതി, ഒരു പെൺകുട്ടി അമ്മയോട് പിണങ്ങി വീട് വിട്ടിറങ്ങി. വേറെ 2 പെൺകുട്ടികൾ പരീക്ഷയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് സുഹൃത്തിനോടൊപ്പം ബോംബെക്ക് പോയി, മുംബൈയിൽ പോയി, ബ്യൂട്ടി പാർലറിൽ പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ കുട്ടികൾ അത്രയും ദൂരം സഞ്ചരിക്കുന്നത്. ഇവിടെ വളരെയധികം വേദന ഉണ്ടാകുന്ന ചില സംഗതികളാണ് ഉള്ളത്. ഈ പോയ കുട്ടികളെക്കുറിച്ചോ അവരുടെ മാതാപിതാക്കളോടല്ല എനിക്ക് പറയാനുള്ളത്. കാരണം അവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. എൻ്റെ എളിയ അറിവ് വെച്ച് ഞാൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് മാത്രം. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു. 5-6 മക്കളും അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. ഒരു പ്രശ്നം വരുമ്പം സങ്കടം ഉണ്ടെങ്കിൽ ഓടി വന്ന് അമ്മയുടെ അരിക്കൽ, വല്യമ്മയുടെ അരിക്കൽ, വല്യപ്പൻ്റെ അരിക്കൽ, അല്ലെങ്കിൽ ആൻറ്റിമാരുടെ അരിക്കൽ സംസാരിക്കും. അവർ പോട്ടേന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കും. അങ്ങനെയായിരുന്നു. ഇന്ന് ചെറിയ അണുകുടുംബങ്ങളാണ്. 1-2 മക്കളാണ് ഉള്ളത്. പണ്ട് ഇളയ മക്കളെ മൂത്ത മക്കളാണ് ശ്രദ്ധിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കൊക്കെ ജോലി തിരക്കൊക്കെ ആയിരിക്കും. ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയല്ല. മാതാപിതാക്കൾക്ക് ഭയങ്കര തിരക്കാണ്. തിരക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരുപക്ഷെ അവരുടെ വിനോദ പരിപാടി, ടെലിവിഷനോ സീരിയലോ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവർ കുറേ പോകും. കുട്ടികളെ ശ്രദ്ധിക്കാനോ കുട്ടികളോട് കൂടുതൽ സംസാരിക്കാനോ അവർക്ക് അവസരം ലഭിക്കുന്നില്ല. കുട്ടികളാണെങ്കിൽ പോലും പണ്ടത്തെ രീതിയല്ല, മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കുന്നു. കാരണം ഇന്ന് അത് ആവശ്യമാണ്. പക്ഷേ ഇന്ന് മോശമായ കൂട്ടുകെട്ടുകളിലേക്കാണ് ഇത് പലപ്പോഴും എത്തുന്നത്. എനിക്ക് പോയ കുട്ടികളോടല്ല, ഇവിടെ ഉള്ള കുട്ടികളോടാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതും നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവർക്ക് കുറവുകളുണ്ടാവും. അവർ ചിലപ്പോൾ നിങ്ങളെ അടിച്ചെന്ന് വരും, ചിലപ്പോൾ വഴക്ക് പറഞ്ഞെന്ന് വരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ അടുത്തുള്ള കുട്ടിയെ നിങ്ങളുടെ മാതാപിതാക്കൾ വഴക്ക് പറയാറുണ്ടോ? അല്ല, ഒരു പരിചയമില്ലാത്ത കുട്ടിയെ നിങ്ങളുടെ മാതാപിതാക്കൾ വഴക്ക് പറയാറുണ്ടോ? ഇല്ല. അവർ വഴക്ക് പറയുന്നത് നിങ്ങളോടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട്, നിങ്ങളുടെ നന്മയെ കരുതിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി അവർ വഴക്ക് പറയുകയോ തല്ലുകയോ ഒക്കെ ചെയ്യുന്ന വരും. പക്ഷേ നമ്മൾ അവരുമായിട്ടൊരടുത്ത ബന്ധം വേണം. മാതാപിതാക്കളെ സംബന്ധിച്ചും ഇത് പ്രധാന സംഗതിയാണ്. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ ഒരു ദിവസം ഒരു 15 മിനിറ്റ്, അരമണിക്കൂറെങ്കിലും വിനിയോഗിക്കണം. അവർ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു പക്ഷേ വളരെ ക്ഷീണിതയായിട്ടായിരിക്കും വരുന്നത്. വീട്ടിൽ വന്നാൽ നാളത്തേക്കുള്ള ജോലികൾ ചെയ്യണം. ഒരു പക്ഷേ കടബാധ്യതയുണ്ടാവും, മറ്റു കുടുംബ പ്രശ്നങ്ങളുണ്ടാവും. ഇതെല്ലാം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അപ്പോഴും അവർ പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ കഷ്ടപ്പെടുന്നത്, പിന്നെ നിനക്കെന്താ കുഴപ്പം എന്നായിരിക്കുന്നത്. പക്ഷേ കുട്ടികൾ അന്നന്ന് നടക്കുന്ന സംഭവങ്ങൾ മാതാപിതാക്കൾ അന്വേഷിക്കണം. അവരുടെ കൂട്ടുകാരാരാണെന്ന് അന്വേഷിക്കണം. ഇതൊക്കെ പ്രധാന സംഗതിയാണ്. കുട്ടികൾ മാതാപിതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ വിഷമങ്ങൾ പറയാൻ, തങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാൻ മാതാപിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ മറ്റുള്ള ആളുകളിലേക്ക് പോകത്തില്ല. ഇവിടെ സുഹൃത്തുക്കളെന്ന് ധരിക്കുന്ന പല ആളുകളും അവർ യഥാർത്ഥ സുഹൃത്തുക്കളല്ല. അവരവരുടെ ഈ കുട്ടികളുടെ പ്രായവും അവരവരുടെ അല്പം കൂടെ മുതിർന്നവരും ആയിരിക്കും. പക്ഷേ അവരൊരു ബിസിനസ് മനോഭാവത്തോടെ ആയിരിക്കും ഈ കുട്ടികളെ കാണുന്നത്. 15 വയസ്സുള്ളൊരു കുട്ടി നാട് വിട്ട് അമ്മയോട് പിണങ്ങി പോയെന്ന് വിചാരിക്കുന്നു. ആ ഒരു സംഭവം മാത്രം നമ്മൾ എടുക്കുക. കുട്ടികളെ, നിങ്ങളങ്ങനെ പോകുമ്പം നിങ്ങളെ ഇപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും നിങ്ങളെ സംസാരിക്കുന്നത്, നിങ്ങളെ ഒരു ജോലി തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും രീതി വശിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങളുടെ അവയവങ്ങളെടുക്കും,
അല്ലെങ്കിൽ നിങ്ങളെ മോശമായ പ്രവൃത്തികൾക്ക് പ്രേരിപ്പിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടും. 2 കുട്ടികൾ മുംബൈക്ക് പോയ കാര്യം നമ്മൾ ചിന്തിച്ചു, അത് പത്രത്തിലൊക്കെ വന്നു ഇല്ലേ? ചിന്തിച്ച് നോക്കിക്കേ, ആ അച്ഛൻ്റെ അമ്മയുടെ, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ വിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ. തങ്ങളുടെ കുട്ടികൾ കാണാതെ പോയി അല്ലെങ്കിൽ ഇങ്ങനെ പോയി എന്ന് പറയുമ്പം ആ അച്ഛൻ്റെ അമ്മയുടെയും ഒരു മാനസികാവസ്ഥ, അവരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ നോക്കിക്കേ. ഒരു കുട്ടി ഉണ്ടാകുന്ന ആ സന്ദർഭം മുതൽ എത്ര രാത്രി അവരെ ഉറക്കൊള്ളിച്ച് നിങ്ങളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, എത്ര ദിവസം നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പൊതിച്ചോറ് കെട്ടി തന്ന് വിട്ട് കഴിഞ്ഞിട്ട് അവർ വെറും കഞ്ഞി കുടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചമ്മന്തി കൂട്ടി കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റു കുട്ടികളോടൊപ്പം പോകുമ്പോൾ നല്ല വസ്ത്രത്തിന് വേണ്ടി അവർ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന പല കുട്ടികൾക്ക് നിങ്ങളെക്കാൾ നല്ല വസ്ത്രമോ നല്ല ഭക്ഷണമോ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടല്ലേ നിങ്ങളെ വിടുന്നത്. നിങ്ങളെ ഇത്രയും പഠിപ്പിച്ചത് ഒരു 10ാം ക്ലാസ് വരെയോ +1 വരെയോ +2 വരെയോ ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനാവശ്യമായ പുസ്തകവും മറ്റ് സാഹചര്യങ്ങളും ഒരുക്കിയെത്തുന്നത് നിങ്ങളുടെ മാതാപിതാക്കളല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാലും നിങ്ങൾ ഓടി നിങ്ങളുടെ മാതാപിതാക്കളിലേക്ക് ചെല്ലണം. ഇനി മാതാപിതാക്കളിലേക്ക് നിങ്ങൾ ചെന്നില്ലെങ്കിലോ, നിങ്ങളുടെ അധ്യാപകരില്ലേ, നിങ്ങളുടെ അധ്യാപകരിലേക്ക് ചെല്ലണം. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് പറയണം. ആ അധ്യാപകരോട്, ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിയുമ്പം ടീച്ചേഴ്സ് ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കും. ഇതല്ലേ അധ്യാപകരോടും മാതാപിതാക്കൾക്കും പറയാൻ പറ്റിയില്ലേ? നിങ്ങളുടെ വല്യപ്പനോ വല്യമ്മയോ അമ്മായിമാരോ ആൻറ്റിമാരോ ഒക്കെ ഇല്ലേ? അവരോട് നിങ്ങളൊന്ന് സംസാരിക്കുക. ആരോടെന്നെങ്കിലും നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്താണ് കുറവെങ്കിൽ അവരത് പരിഹരിക്കും, നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളോട് അടുത്ത് കൂടുന്ന ഒരു വ്യക്തിയും നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല ചെയ്യുന്നത്. അവർ എന്തെങ്കിലും വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കുക ചെയ്യുന്നത്. ഇപ്പം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികളെ അവർ വ്യഭിചാരശാലകളിൽ വിൽക്കുന്നതായിട്ടാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എത്രയോ പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെക്കുറിച്ച് ഒരറിവും, പലരെക്കുറിച്ചും ഇതുവരറിവും ഇന്ന് വരെയും ലഭിച്ചിട്ടില്ല. ആ കുട്ടികളൊക്കെ ഏത് അവസ്ഥയിലാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങൾ ഇപ്പോൾ അച്ഛനോടോ അമ്മയോടോ ഒന്ന് പിണങ്ങി, അല്ലെങ്കിൽ അധ്യാപകരോട് പിണങ്ങി, നിങ്ങൾ അപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഒരു 3 മാസം മുമ്പ് പരിചയപ്പെട്ട ഒരു സുഹൃത്തിനോടൊപ്പം പോകുക എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തിന് പോലും സ്വന്തം ആഹാരം കഴിക്കാൻ കാശുണ്ടാവില്ല. ഇതിൻ്റെ പിന്നിൽ വേറൊരാളായിരിക്കും, ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരുടെ കെണിയിൽപ്പെട്ട് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുക. മറ്റൊരു സംഗതി, നിങ്ങൾ ഇത്രയും നാളും വളർത്തിയ അച്ഛൻ്റെയും അമ്മയുടെയും നിങ്ങളുടെ സഹോദരങ്ങളുടെയും മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. അവർ റോട്ടിലിറങ്ങുമ്പം നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടത് മാത്രമല്ല, അതേ പോകുന്നു. ആ പെണ്ണിൻ്റെ അപ്പനുമാണ് ആ പോകുന്നത്, അല്ലെ ആ പെണ്ണിൻ്റെ അമ്മയാണ് ആ പോകുന്നത്, അല്ലെ ആ പെണ്ണിൻ്റെ ചേച്ചിയാണ്, അല്ലെ ആ പെണ്ണിൻ്റെ അനിയത്തിയാണ് ആ പോകുന്നത് എന്ന് നാട്ടുകാർ പുച്ഛത്തോടെ പറയുന്നത്. ഇതൊന്നും അറിയാത്ത നിരപരാധികളായ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലേ? നിങ്ങൾക്ക് വേണ്ടി അവർ കരുതിയതെല്ലാം വെറുതെ ആകില്ലേ മക്കളെ? അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും, ഇല്ലെന്ന് പറയുന്നില്ല, പ്രലോഭനങ്ങളുണ്ടാകും. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങളുടെ വല്യമ്മമാരോടോ അമ്മായിമാരോടോ ആൻറ്റിമാരോടോ നിങ്ങൾ സംസാരിക്കണം. സംസാരിച്ച് അവരുടെ പിന്തുണ നിങ്ങൾ നേടണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവനും കുടുംബത്തിന് അന്തസ്സ് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് പ്രേമമൊന്നും വലിയ അതിശയമൊന്നുമല്ല. കാരണം മൊബൈൽ ഫോണും ഒക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്ത് പോലെ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, നേരിട്ട് സംസാരിക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആവശ്യമായിരിക്കുന്ന ഒരു തൊഴിലാണ്. വിദ്യാഭ്യാസവും തൊഴിലും അത്യാവശ്യമാണ്. ഒരാൾ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ശരി, പഠിച്ച് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം എന്ന് പറയുക. അയാൾ ശരിക്ക് നിങ്ങളോട് സ്നേഹമുള്ളയാളാണെങ്കിൽ പഠിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ കാത്തിരിക്കും. അതല്ലെങ്കിൽ അയാൾ അടുത്ത ഏറെ അന്വേഷിച്ച് പോകും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ, ഇന്നത്തെ പത്രത്തിലും ടെലിവിഷനിലും കാണുന്ന സംഭവം ഇനിയെങ്കിലും ഒരു കുട്ടിക്കും
പ്രത്യേകിച്ച് ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഒരുപക്ഷെ അമ്മയോട് വന്ന് പറയുമ്പം ഒരു തല്ല് തരും, അല്ലാതെ നിങ്ങളെ തല്ലി കൊന്നൊന്നും ഇല്ലല്ലോ. അതേസമയം നിങ്ങൾ മറ്റവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവർ കൊന്നുകളയും, അല്ലെങ്കിൽ നിങ്ങളെ വെറും നിസ്സാര വിലയ്ക്ക് നിങ്ങളെ ഏതെങ്കിലും തെരുവിൽ വിറ്റ് കളയും. അതാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ ശിക്ഷിക്കുകയോ നിങ്ങളെ വഴക്കോ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. മറ്റങ്ങനെയല്ല, അവർക്ക് അവരുടെ ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, പ്രിയ കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ്, നിങ്ങൾ ഒരിക്കലും എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് നിങ്ങൾ പോകരുത്, നിങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകരുത്. നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും മാതാപിതാക്കളോട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾ സംസാരിക്കണം. ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. വേദനിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തി പോലും ഇന്ന് വരെയും രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടുമില്ല.